ഹലോ പ്രിയ കൂട്ടുകാരെ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 4ാം സെമസ്റ്റർ VSc മലയാളത്തിൽ സാഹിത്യവും മാനവികതയും എന്ന പുസ്തകത്തിൽ സുകുമാരൻ ചാലികഥയുടെ കാടിൻ്റെ കറ എന്ന പാഠഭാഗം നമുക്ക് പഠിക്കാനുണ്ട്. കേരളത്തിലെ ശ്രദ്ധേയനായിട്ടുള്ള ഗോത്രകവികളിൽ ഒരാളാണ് സുകുമാരൻ ചാലികഥ. അദ്ദേഹം റാവുള ഭാഷയിലും മലയാളത്തിലും ശ്രദ്ധേയപരമായിട്ടുള്ള കഥകളും കവിതകളും എഴുതുന്നുണ്ട്. കേരള സാഹിത്യ അക്കാദമി ജനറൽ കൗൺസിൽ അംഗമാണ്. അതോടൊപ്പം തന്നെ അദ്ദേഹം കഥകളും പാട്ടുകളോടൊപ്പം തന്നെ തിരക്കഥകളും തെരുവ് നാടകങ്ങളും ഡോക്യുമെൻ്ററികളും ഹ്രസ്വചിത്രങ്ങളും സിനിമയും റേഡിയോ നാടകങ്ങളിലൊക്കെ തന്നെ അദ്ദേഹത്തിൻ്റെതായ പങ്ക് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. വയനാട്ടിലെ കുറുവാദ്വീപിനടുത്തുമുള്ള കബനി നദിയോട് ചേർന്ന് കിടക്കുന്ന ചാലികഥയിലാണ് അദ്ദേഹത്തിൻ്റെ താമസം. കല്യാണച്ചോറ്, മീനുകളുടെ പ്രസവമുറി, അവൻ്റെ തുമ്പിക്കൈയിലൊരു പുഴയുണ്ടായിരുന്നു, നിൻ്റെ ഉള്ളിലെ നരിയും എൻ്റെ ഉള്ളിലെ പുലിയും, മഴഭാഷ, കൂരി, ഏട്ടക്കൂരി, ഇങ്ങനെ ശ്രദ്ധേയപരമായിട്ടുള്ള കവിതകൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. നമുക്ക് പഠിക്കാനുള്ളത് ബെത്തിമാരൻ എന്ന ഓർമ്മക്കുറിപ്പുണ്ട്, 2022 പ്രസിദ്ധീകരിച്ചത്. അതിലൊരു ഭാഗമാണ് നമുക്ക് കാടിൻ്റെ കറ എന്നുള്ളത്. ആദിവാസിക്ക് നഷ്ടപ്പെട്ടതെല്ലാം ഭാഷയിലൂടെ തിരിച്ചു പിടിക്കലാണ് തൻ്റെ എഴുത്തെന്ന പ്രഖ്യാപനമാണ് അദ്ദേഹം നടത്തുന്നത്. ബെത്തിമാരൻ എന്ന പുസ്തകത്തിൽ സുകുമാരൻ തൻ്റെ കവിതകളുടെ വേരുകളിലേക്കൊക്കെ ഇറങ്ങിപ്പോകുന്നുണ്ട്. താൻ വന്ന വഴികളെപ്പറ്റിയും പറയുന്നുണ്ട്. ബെത്തിമാരൻ എന്ന പയ്യൻ സുകുമാരൻ ചാലികഥ എന്ന കവിയായി മാറിയ കഥയൊക്കെ അദ്ദേഹം ആ പുസ്തകത്തിൽ പറഞ്ഞു പോകുന്നുണ്ട്. നമുക്ക് പഠിക്കാനുള്ള ഈ പാഠഭാഗം എന്നുള്ളത് ബെത്തിമാരൻ എന്ന ഓർമ്മക്കുറിപ്പിലെ 6ാം അധ്യായമാണ് കാടിൻ്റെ കറ എന്ന പാഠ്യഭാഗം. അദ്ദേഹം ഇവിടെ ഈ പാഠ്യഭാഗത്ത് പറയുന്നത് ജോലി സംബന്ധമായിട്ട് അതായത് ഇതൊരു സിനിമയ്ക്ക് തിരക്കഥ എഴുതാൻ വേണ്ടിയിട്ട് അദ്ദേഹം എറണാകുളത്ത് താമസിക്കേണ്ടി വന്നപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അനുഭവിക്കേണ്ടി വന്ന മാനസിക സംഘർഷങ്ങളും അതിനുശേഷം തിരിച്ച് നാട്ടിലെത്തിയപ്പോഴും ഉണ്ടായ കാര്യങ്ങളൊക്കെയാണ് അദ്ദേഹം ഈ അധ്യായത്തിൽ വിശദീകരിച്ചിട്ടുള്ളത്. നഗരത്തിലെ തിരക്കുകളും ബഹളങ്ങളും അദ്ദേഹത്തിന് വളരെ ബുദ്ധിമുട്ടായി അനുഭവപ്പെട്ടു എന്നും അതോടൊപ്പം തന്നെ തൻ്റെ മാനസിക സങ്കടങ്ങൾ മനസ്സിലാക്കിയ ഡയറക്ടർ ഈ മടുപ്പ് മാറ്റാനായിട്ട് കൊച്ചിയിലെ സ്ഥലങ്ങൾ കാണാൻ തന്നെ കൊണ്ടുപോയിരുന്നതായിട്ടും അദ്ദേഹം പറയുന്നുണ്ട്. അങ്ങനെ നഗരത്തിലിങ്ങനെ അലഞ്ഞു നടക്കുമ്പോഴൊക്കെ തന്നെ കാടും പുഴയും മരങ്ങളും ആനയും ഈ പറയുന്ന ഓർമ്മകളിലേക്ക് അല്ലെങ്കിൽ തന്നെ പിൻവിളിക്കുന്നുണ്ട് എന്നും നഗരജീവിതത്തിൻ്റെ ഇടയിൽ തൻ്റെ കാട്ടുമണം അല്ലെങ്കിൽ കാടിൻ്റെ കറ നഷ്ടപ്പെടുമോ എന്ന് അദ്ദേഹം ഭയപ്പെടുന്നതൊക്കെ ഈ ഭാഗത്ത് നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ 6 മാസത്തിന് ശേഷം നാട്ടിൽ തിരിച്ചെത്തിയ ഉടൻ തന്നെ അദ്ദേഹം മഴക്കാലമായിരുന്നിട്ടും സുഹൃത്തുക്കളായ മറ്റ് 3 പേരോടൊപ്പം മീൻ പിടിക്കാനും കാട്ടിലെ ഉള്ള കുടംപുളി ശേഖരിക്കുവാനുമായിട്ടുള്ള പോയ കഥ പറയുന്നുണ്ട്. കുറുവാദ്വീപിൽ നല്ല വെള്ളമുണ്ടായിരുന്ന സമയം നീന്തി പുഴ കടന്ന കാര്യം, പുഴയിൽ വെള്ളം കയറിയത് കൊണ്ട് ആനയുണ്ടാവില്ല എന്നൊരു ധാരണയൊക്കെ അവർക്കുണ്ടായിരുന്നു. ഉൾക്കാടിൻ്റെ നടുക്കുള്ള പുഴയിൽ അവർ മീൻ പിടിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ സുകുമാരൻ ചാലികഥ എന്ന ബെത്തിമാരൻ ഈ പറയുന്ന കാടിൻ്റെ ഉള്ളിലുള്ള പുളിമരത്തിൽ കയറി നിറയെ കുടംപുളി പറിക്കുന്നുണ്ട്. അങ്ങനെ അദ്ദേഹം പറയുന്നുണ്ട്, കുട്ടിച്ചാക്ക് നിറയെ ഈ കുടംപുളിയും മീൻകുട്ടയും കയ്യിലെ മറുകൈയിൽ ഈ പറയുന്ന കത്തിയും ചൂണ്ടയുമായി അദ്ദേഹം തിരിച്ച് വീട്ടിലോട്ട് രാത്രിയാവുന്ന സമയത്ത് സന്ധ്യാസമയത്ത് തിരിച്ച് നടക്കുന്നുണ്ട്. ഇടയ്ക്ക് വിട്ട് കൂട്ടുകാർ അല്പം സമയം കഴിഞ്ഞിട്ടേ വരുവുള്ളൂ എന്ന് പറഞ്ഞിട്ട് കൂട്ടുകാർ പിരിയുന്നുണ്ട്. സുകുമാരനും ബൈജുവും തനിച്ച് നടക്കുമ്പോൾ ബൈജുവിൻ്റെ തോളിൽ ഒരു മുള കഷ്ണം വെട്ടി വീട്ടിലോട്ടുള്ള ആവശ്യത്തിന് വേണ്ടി അദ്ദേഹം പിടിക്കുന്നുണ്ട്. അങ്ങനെ മീനിൻ്റെ മറ്റും കഥകൾ പറഞ്ഞ് കാട്ടിലൂടെ നടക്കുമ്പോൾ ഒരു കൂട്ടം മാനിനെ അദ്ദേഹം കാണുന്നുണ്ട്. മാനുണ്ടെങ്കിൽ ആനയുണ്ടാകുമെന്ന് സുകുമാരൻ സുഹൃത്തിനെ ഓർമ്മിപ്പിക്കുന്നുണ്ട്.
കാരണം ആനകൾ ഒടിച്ചിടുന്ന ചെറിയ ചപ്പുകൾ മാനുകൾ കഴിക്കും. ആനയില്ലാത്ത വഴി പോകാമെന്ന് സുഹൃത്ത് ഓർമ്മിപ്പിച്ചുവെങ്കിലും കുറേ കാലം കഴിഞ്ഞ് കാട്ടിൽ വരുന്നതല്ലേ, ആനയെ കാണാൻ കൊതിയുണ്ട് എന്ന് പറഞ്ഞ് അങ്ങനെ അവർ നടന്ന് പോകുമ്പോൾ പുറകിൽ നിന്നൊരു ശബ്ദം കേൾക്കുമ്പോൾ അതൊരു കാട്ടാനയാണെന്ന് മനസ്സിലാവുന്നു. അവർ അതിനെ ചുള്ളിക്കൊമ്പൻ എന്ന, ചെറിയ കൊമ്പുള്ള ചുള്ളിക്കൊമ്പനാണെന്നൊക്കെ പറയുന്നുണ്ട്. ആന അനങ്ങാതെ നിൽക്കുന്നത് കണ്ടപ്പോൾ സുകുമാരൻ ഈ ബൈജു എന്ന സുഹൃത്തിനോട് പറയലുണ്ട്, താഴെ നിൻ്റെ തോളിലുള്ള ആ മുളക്കഷ്ണം പതിയെ താഴെ വയ്ക്കാൻ പറയുന്നുണ്ട്. ആന അല്പസമയത്തിന് ശേഷം ഇവരെ ശ്രദ്ധിക്കുന്നുണ്ട്. ഒരു 10 മീറ്റർ അപ്പുറത്താണ് ആനയുള്ളത്. ഈ സമയം സുകുമാരനും ബൈജുവും ഓടി രക്ഷപ്പെടുകയും സുരക്ഷിതമായിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് എത്തിച്ചേരുകയും ചെയ്യുന്നുണ്ട്. ആനയ്ക്ക് മനുഷ്യരെ കിട്ടിയില്ലെങ്കിലും അവരുടെ മണമുള്ള എന്തെങ്കിലും കിട്ടിയാൽ മതി എന്നും ആ മുളയ്ക്ക് അവരുടെ മണമുണ്ടായിരുന്നുവെന്നും അവർ പറയുന്നുണ്ട്. പിന്നീട് അവരൊരു ഇല്ലിയുടെ മുകളിൽ കയറി വിശ്രമിച്ച് മറ്റ് സുഹൃത്തുക്കളൊക്കെ തിരിച്ചു വരുമ്പോഴൊക്കെ ഇരിക്കുന്നുണ്ട്. അങ്ങനെ അവർ മറ്റുള്ള ഒരു വഴിയിലൂടെ സഞ്ചരിച്ച് രാത്രി വൈകി വീട്ടിലെത്തുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, എനിക്ക് ഈ വീട്ടിൽ എവിടെയെങ്കിലുമൊക്കെ യാത്ര കഴിഞ്ഞിട്ട് വരുമ്പോൾ വീട്ടിലെത്തിയില്ല എങ്കിലും എനിക്ക് കാട്ടിൽ അല്ലെങ്കിൽ കാടിൻ്റെ ഒരു മണം കേൾക്കുന്നത് വലിയ ആശ്വാസമാണെന്ന് പറയുന്നുണ്ട്. അങ്ങനെ പിറ്റേ ദിവസം പോയി നോക്കിയപ്പോഴേ ആന ആ മുള ചവിട്ടി ചകിരിയാക്കി വെച്ചിരിക്കുന്നതാണ് കാണുന്നത്. അന്ന് മുള താഴെ വെച്ച് ഓടിയത് കൊണ്ട് മാത്രമാണ് തങ്ങൾ രക്ഷപ്പെട്ടതെന്നും 6 മാസം നഗരത്തിൽ നിന്നപ്പോൾ തന്നിൽ നിന്നും കാടിൻ്റെ കറ, അതായത് കാടിൻ്റെ മണം നഷ്ടപ്പെട്ടത് കൊണ്ടാണ് ആന തന്നെ തിരിച്ചറിയാതെ ആക്രമിക്കാൻ വന്നതെന്നും അദ്ദേഹം മനസ്സിലാക്കുന്നുണ്ട്. കാരണം അദ്ദേഹം പറയുന്നുണ്ട്, കാട്ടിൽ ഞാൻ ഒരുപാട് കാലം നടന്നു പോയപ്പോഴൊന്നും എന്നെ ആന ആക്രമിച്ചിട്ടില്ല എന്ന്. കാടിനെ വിട്ടുപോയാൽ കാട് നമ്മളെ തിരിച്ചു സ്വീകരിക്കാൻ മടിക്കും എന്ന തിരിച്ചറിവിലാണ് ഈ അധ്യായം അവിടെ അവസാനിക്കുന്നത്. ഓക്കെ, താങ്ക് യു.